നമ്മുടെ മുഖ്യമന്ത്രി നാഴികക്ക് 40 വട്ടം ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട്. കേരളം നമ്പർ 1 ആണ്. ഇപ്പോ ഒരു വിഷയത്തിൽ കൂടി കേരളം നമ്പർ 1 ആയിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ, ആ ശ്രീകോവിൽ ഭരണാധികാരികൾ തന്നെ, അത് നടത്തിപ്പുകാർ തന്നെ അത് അടിച്ചു മാറ്റുന്ന ഒരു കാര്യം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ശബരിമലയിൽ സംഭവിച്ചിരിക്കുന്നതാണ്. അവിടെ നടന്നിരിക്കുന്നത് പകൽ കൊള്ളയാണ്, പട്ടാപ്പകലുള്ള കവർച്ചയാണ് അവിടെ നടന്നിരിക്കുന്നത്. അതിൽ പങ്കാളികളായിട്ടുള്ള ആളുകള് അന്നത്തെ ദേവസ്വം ബോർഡ്, അന്നത്തെ ദേവസ്വം മന്ത്രി, അതോടൊപ്പം ചില ചില്ലറ ആളുകളെ ചേർത്തിട്ടുണ്ട്. നമുക്കറിയാം, ഈ അടുത്ത ദിവസങ്ങളിൽ ശബരിമല അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. ആ നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള ശബരിമല അയ്യപ്പന്റെ സ്വർണം, ആ സ്വർണം കവർച്ച നടത്തിയിട്ട്, ആ കവർച്ച നടത്തിയ പുള്ളി ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിനോട് ചോദിക്കുക, കുറച്ച് സ്വർണം ബാക്കി വന്നിട്ടുണ്ട്, ഞാനിത് ആരുടെയെങ്കിലും കല്യാണത്തിന് ഉപയോഗിച്ചോട്ടെ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതിന് അനുമതി കൊടുക്കുക. നമ്മളത് മനസ്സിലാക്കണം. നമ്മുടെ സംസ്ഥാനത്തെ മാത്രമല്ല, ഈ രാജ്യത്തെമ്പാടും ലോകത്തെമ്പാടും, ഞാൻ ലോകത്തെമ്പാടും അതിശയോക്തി പറയല്ല, ശബരിമല ആചാര ലംഘനത്തിന്റെ കാലത്ത്, ആ സംഘർഷത്തിന്റെ കാലത്ത് ഞാൻ ദക്ഷിണ അമേരിക്കയിലെ ഒരു രാജ്യത്ത് പോയപ്പോ, അവിടുത്തെ ഒരു ക്ഷേത്രത്തിൽ ചെന്നപ്പോ രാത്രി അവിടെ കുറെ അമ്മമാർ നാമജപം നടത്തുന്നു. ഞാൻ ചോദിച്ചു, എന്താ ഇവിടെ ഇപ്പൊ നിങ്ങൾ നാമജപം നടത്തുന്നു? ഞങ്ങൾ ശബരിമല അയ്യപ്പന്റെ ആചാരങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ശബരിമലയിൽ ആ നാമജപം നടത്തുന്ന ആളുകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നടത്തുന്നത്, അവരോടൊപ്പം ചേർന്നുകൊണ്ട്. അതുകൊണ്ട് അതിശയൊക്കെയല്ല, ലോകമെമ്പാടുമുള്ള ഭക്തർ, ആ ഭക്തർ പരിപാവനമായിട്ട് കണക്കാക്കുന്ന ശബരിമല ശ്രീകോവിലിലെ അവിടുത്തെ ദ്വാരപാലകരുടെ ശില്പങ്ങൾ, അതിലെ സ്വർണപ്പാളികൾ, ആ സ്വർണപ്പാളികൾ ശബരിമലയിലെ ശ്രീകോവിലിന്റെ പ്രവേശന കവാടം, അതെല്ലാം പൊളിച്ചു മാറ്റി ആർക്കോ ഒരാൾക്ക് വിറ്റ്, കുറെ വിറ്റു. അതിനു മുൻപ് നാട് മുഴുവൻ നടന്ന് അത് പ്രദർശന വസ്തുവാക്കി. അതുകൊണ്ടാണ് ഹൈക്കോടതി പറഞ്ഞത്, മോഷണം നടന്നു എന്ന് മാത്രമല്ല, ഹൈക്കോടതി അസന്നിഗ്ധമായിട്ട് മിനിയാന്ന് പറഞ്ഞു, ശബരിമലയിൽ വലിയ മോഷണമാണ് നടന്നിരിക്കുന്നത്. ശബരിമലയിലെ വിശുദ്ധി, ശബരിമലയുടെ പരിശുദ്ധി, ആ പരിശുദ്ധിക്ക് കളങ്കമേറ്റിരിക്കുന്നു. കാരണം പണിത വാതിൽ പല സ്ഥലത്തും പ്രദർശിപ്പിച്ചതിന് ശേഷമാണ് ശബരിമലയിലേക്ക് കൊണ്ടുവന്നത്. ദ്വാരപാലക ശില്പങ്ങൾ അത് പല സ്ഥലത്തും പ്രദർശന വസ്തുവാക്കി. പക്ഷേ ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ എന്താ മറുപടി? നമ്മുടെ മുഖ്യമന്ത്രി സ്ഥിരം പറയുന്ന ഒരു വാക്കുണ്ട്, CKPയും ഞാനും അവിടുന്ന് സാധാരണ പറയുന്നതാണ്, എനിക്കറിയില്ല. ഇപ്പോ ഈ സ്വർണം എവിടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് എനിക്കറിയില്ല, ദേവസ്വം മന്ത്രി പറയുന്നത് എനിക്കറിയില്ല, മുഖ്യമന്ത്രി പറയുന്നത് എനിക്കറിയില്ല. ഈ എനിക്കറിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് എക്കാലത്തും ഈ നാട്ടിലെ അയ്യപ്പ ഭക്തന്മാരെ കബളിപ്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ കാര്യത്തിൽ ഈ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒളിച്ചുകളി, ഈ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമങ്ങൾ അത് അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് ഈ മാർച്ച് നടത്തിയിരിക്കുന്നത്. ശ്രീമാൻ പിണറായി വിജയൻ, അദ്ദേഹം നമ്മുടെ ആരാധനാ സമ്പ്രദായങ്ങളിൽ ഭക്തന്മാരുടെ ഒരു പുതിയ കൂട്ടത്തെ കൂട്ടിച്ചേർത്തിരിക്കുകയാണ്, പഞ്ചനക്ഷത്ര ഭക്തർ. ശബരിമലയിലെ ഈ അടുത്ത ദിവസം പമ്പയിലൊരു ആഗോള അയ്യപ്പ സംഗമം നടന്നു.
ആ അയ്യപ്പ സംഗമത്തിന് പങ്കെടുത്ത ആളുകള്, സാധാരണ ശബരിമലയിൽ പോകുന്ന ആളുകൾ പറയുന്നത് കാലും മുള്ളും കാലിന് മെത്ത എന്നാണ്. കല്ലും മുള്ളും കാലിന് മെത്ത എന്നാണ്. കല്ലും മുള്ളും കാലിന് മെത്ത എന്ന് പറയുന്ന ആളുകളുടെ പറയുന്നതിന്റെ ഉദ്ദേശം ഏത് തരത്തിലുള്ള കഠിന പരിസ്ഥിതികളും ആ പരിസ്ഥിതിയെ അതിജീവിച്ചുകൊണ്ട്, ആ പരിസ്ഥിതിയിൽ ജീവിച്ചുകൊണ്ട് ശബരിമലയിൽ തീർത്ഥാടനത്തിന് വരുന്നവരാണ് ഞങ്ങൾ. പക്ഷേ പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് വന്ന ആളുകൾക്ക് താമസ സൗകര്യം ഒരുക്കിയത് കുമരകത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലാണ്, ആഡംബര ഹോട്ടലുകളിൽ. അവരൊക്കെ അയ്യപ്പനെ കുറിച്ച് എന്തെങ്കിലും ധാരണയുള്ള ആളുകൾ ആരും ഈ തരത്തിൽ പമ്പയിൽ നടക്കുന്ന സംഗമത്തിന് വരുന്ന ഞങ്ങൾക്ക് കുമരകത്ത് അവിടെ താമസ സൗകര്യം ഈ പറഞ്ഞ സൗകര്യങ്ങളോടുകൂടിയുള്ള സൗകര്യം ഒരുക്കണം എന്നാവശ്യപ്പെടില്ല. പക്ഷേ അതിനർത്ഥം ഈ വന്നവരാരാണ് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. അപ്പൊ ഈ തരത്തിൽ ശബരിമലയെ വിറ്റ് കാശാക്കുക മാത്രമല്ല, ശബരിമല തീർത്ഥാടനത്തെ പോലും അവഹേളിക്കുന്ന സമീപനം, ആ സമീപനമാണ് സർക്കാർ മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. ഈ കൊള്ളയുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകള്, ആ ആളുകള് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ട്. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഈ ചരിത്രമൊക്കെ അറിയാത്ത ആളാണോ? അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് ചുമതലയെടുക്കുമ്പോ ഇതൊക്കെ പരിശോധിക്കേണ്ടതായിരുന്നില്ലേ? 3 വർഷം മുമ്പ് ദേവസ്വം ബോർഡിന് വ്യക്തമായിരുന്നു തൂക്കത്തിൽ കുറവുണ്ട്. എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നടപടിയെടുത്തില്ല? മാത്രമല്ല, അന്നത്തെ ദേവസ്വം മന്ത്രി ഇവിടെ സൂചിപ്പിച്ചു, ബിജു, അന്നത്തെ ദേവസ്വം മന്ത്രി തിരുവനന്തപുരത്തുകാരനാണ്. അദ്ദേഹം ഒളിച്ചിരിക്കുകയാണ്, തലയിൽ മുണ്ടുവിട്ട് നടക്കുകയാണ്. കാരണം കട്ടതിന്റെ കൂടെ തലയിൽ കാണുമോ എന്നുള്ള സംശയം കാരണമാണ് തലയിൽ മുണ്ടുവിട്ട് നടക്കുന്നത്. അതുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രന് അധികകാലം ഇങ്ങനെ തലയിൽ മുണ്ടുവിട്ട് ജനങ്ങളിൽ നിന്ന് ഒളിച്ചു നടക്കാൻ പറ്റില്ല. ഈ നാട്ടിലെ അയ്യപ്പ ഭക്തർ ഇവരെ കൊണ്ടൊക്കെ മറുപടി പറയിക്കും. അയ്യപ്പന്റെ ശക്തി പിണറായി വിജയന് നന്നായിട്ടറിയാം. 2018-19 കാലത്ത് ആചാര ലംഘനം നടത്തി തൊട്ടുപുറകെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടി ഏതവസ്ഥയിലായി എന്നുള്ളത് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം, മുഖ്യമന്ത്രിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ശബരിമല അയ്യപ്പന്റെ ശക്തിയെ പരീക്ഷിക്കരുത്. ശബരിമല അയ്യപ്പൻ ഈ നാട്ടിലെ കോടിക്കണക്കിന് ഭക്തർ നൽകിയിട്ടുള്ള സ്വത്ത്, ആ സ്വത്ത് കാത്തു സൂക്ഷിക്കാൻ, സംരക്ഷിക്കാൻ കഴിവില്ലാത്തവരാണ് ഈ ദേവസ്വം ഭരിക്കുന്നതെങ്കിൽ അവർക്ക് ആ സ്ഥാനത്തിരിക്കാൻ അർഹതയില്ല എന്നുള്ള ഭക്തരുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥന കേൾക്കുന്ന ഭഗവാനാണ് ശബരിമല അയ്യപ്പൻ. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്, എവിടെ പോയി വിജയമല്യ നൽകിയ സ്വർണം, ആ സ്വർണം എവിടെയുണ്ടെങ്കിലും ആ സ്വർണം തിരിച്ചു കിട്ടുന്നത് വരെ ഈ നാട്ടിലെ അയ്യപ്പ ഭക്തർ ഈ പ്രക്ഷോഭത്തിന്റെ പാതയിൽ തുടരും. പക്ഷേ ആ സ്വർണം തിരിച്ചു കിട്ടാൻ ഇപ്പൊ നടക്കുന്ന ഈ ദേവസ്വത്തിന്റെ വിജിലൻസ് അന്വേഷണം കൊണ്ട് നടക്കില്ല. ദേവസ്വം വിജിലൻസ് അന്വേഷണം നടത്തുന്നത് അതിന്റെ ലക്ഷ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ ലക്ഷ്യം അന്ന് കട്ടവരെ സംരക്ഷിക്കാനാണ്. അന്ന് കട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ, അന്ന് കട്ട ആ കൊള്ളയിൽ പങ്കാളിയായ അന്നത്തെ ദേവസ്വം മന്ത്രിയെ, ഇവരെയൊക്കെ സംരക്ഷിക്കാൻ നടക്കുന്ന ഇപ്പോഴത്തെ മന്ത്രി വാസവൻ ഇനി അന്ന് പറഞ്ഞല്ലോ, അത്രയും ദിവസം പറഞ്ഞത് വീഴ്ചയൊന്നും ഉണ്ടായിട്ടില്ല, ഒക്കെ അന്വേഷിക്കുന്നു. ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രി ദീർഘമായിട്ടുള്ളൊരു പ്രസംഗം നടത്തി. അദ്ദേഹം ലോകത്തിലെ പല കാര്യങ്ങളും പരാമർശിച്ചു. എന്നിട്ട് അവസാനം പറഞ്ഞു, ഇപ്പോ ഉന്നയിക്കപ്പെട്ട വിഷയത്തിൽ ഒരു അന്വേഷണം നടക്കുകയാണല്ലോ. ശബരിമല എന്നുള്ള വാക്ക് പോലും ഉച്ചരിക്കാൻ മടി കാണിക്കുന്ന ശ്രീമാൻ പിണറായി വിജയൻ, ഈ അന്വേഷണം നിങ്ങളുടെ ഔദാര്യമല്ല, ഈ അന്വേഷണം
ഈ രാജ്യത്തെ നീതിപാലകർ, ഈ രാജ്യത്തെ ന്യായാധിപന്മാർ അവരെടുത്തിട്ടുള്ള ധീരതയോടുകൂടിയിട്ടുള്ള തീരുമാനം, ശബരിമല അയ്യപ്പനോടുള്ള പ്രതിബദ്ധതയുടെ അടിസ്ഥാനത്തിലുള്ള തീരുമാനം, ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഈ അന്വേഷണത്തിന്റെ പേര് പറഞ്ഞ് നിങ്ങൾ ഒളിച്ചു കളിക്കാൻ ശ്രമിച്ചാൽ ഈ നാട്ടിലെ അയ്യപ്പ ഭക്തർ ഈ കേരളത്തെ നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലെത്തിക്കും. അതുകൊണ്ട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്, ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്, ഈ കള്ളന്മാർക്ക് കഞ്ഞിവെക്കുന്ന ദേവസ്വം ബോർഡ്, ആ ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം. അതോടൊപ്പം ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ദേവസ്വം മന്ത്രി രാജിവെക്കണം. ഭാരതീയ ജനതാ പാർട്ടി ഈ പ്രക്ഷോഭത്തിന്റെ പാതയിൽ നമ്മുടെ രാജ്യത്തെ, ലോകത്തെ അയ്യപ്പ ഭക്തരോടൊപ്പം എക്കാലത്തും ഉണ്ടാകും എന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.